നമസ്തേ. ഇന്നിവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് മനുസ്മൃതിയിലെ ഒരു ശ്ലോകമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഉപദേശമാണ് മനു നൽകുന്നത്. മനുസ്മൃതിയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രതിലോഭകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും അതിൽ വളരെ വളരെ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൽ പിന്തുടരാവുന്ന നല്ല നല്ല കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഞാനിവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 229 നമ്പർ ശ്ലോകമാണത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിഷാദപി അമൃതം ഗ്രാഹ്യം, ബാലാദപി സുഭാഷിതം, അമിത്രാദപി സദ്വൃത്തം, അമേധ്യാദപി കാഞ്ചനം. ഇതാണ് അതിനകത്ത് പറയുന്നത്. അതായത് വിഷാദപി അമൃതം ഗ്രാഹ്യം, വിഷത്തിൽ നിന്നാണെങ്കിലും അമൃതമുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാവുന്നതാണ്. വിഷം എന്ന് പറഞ്ഞാൽ കൊല്ലാനുള്ളതാണ്. അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ളതാണ്. എന്നും ജീവിച്ചിരിക്കാനുള്ള ഒരു ഔഷധമാണ് അമൃതം. അപ്പം വിഷത്തിൽ അമൃതമുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ എത്ര പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഗതികളാണെങ്കിൽ പോലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം, മറ്റേത് കളയണം. അതാണ് ബാലാദപി സുഭാഷിതം. ബാലന്മാരാണ് നല്ല കാര്യങ്ങൾ പറയുന്നതെങ്കിലും നമ്മൾ സ്വീകരിക്കണം. അത് അവൻ പയ്യനല്ലേ, പോകട്ടെ, അവൻ പറയുന്നതൊന്നും ഗവനിക്കണ്ട എന്ന രീതി വിടരുത്. നല്ല കാര്യമാണ് അവൻ പറയുന്നതെങ്കിൽ അത് സ്വീകരിക്കണം. അമിത്രാദപി സദ്വൃത്തം. ഒരു ശത്രു ചെയ്യുന്നതാണെങ്കിലും നല്ല കാര്യങ്ങൾ അവനിൽ കാണുകയാണെങ്കിൽ, അവൻ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് നമുക്കൊരു മാതൃകയായിട്ട് സ്വീകരിക്കാവുന്നതാണ്, അത് പിന്തുടരാവുന്നതാണ്. ശത്രുവായതുകൊണ്ട് അവൻ്റെ ഒരു കാര്യത്തിലും നമ്മൾക്ക് പങ്കില്ല. അവനെ എല്ലാ കാര്യത്തിലും ഒഴിവാക്കി നിർത്തണം എന്നുള്ള മനോഭാവം നല്ലതല്ല എന്നാണ് മനു പറയുന്നത്. അവസാനം പറയുന്നത് അമേധ്യാദപി കാഞ്ചനം. അമേധ്യം എന്ന് പറഞ്ഞാൽ അഴുക്ക്. അത് നമുക്ക് മലയാളത്തിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ, മാലിന്യമാണ്. അമേധ്യാദപി കാഞ്ചനം. അമേധ്യത്തിലാണ് കാഞ്ചനം, സ്വർണം കിടക്കുന്നെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ഇതാണ് മാലിന്യത്തിൽ കിടക്കുന്ന സ്വർണ്ണമാണ്. സ്വർണം മാലിന്യത്തിലാണ് കിടക്കുന്നതെങ്കിലും നമുക്കത് സ്വീകരിക്കാം. ഇതാണ് നമുക്ക് മനു നൽകുന്ന ഉപദേശം. അതായത് ഈ ലോകത്ത് നല്ലത് മാത്രമായിട്ടുള്ളതൊന്നുമില്ല, എന്നാൽ ചീത്തത് മാത്രമായിട്ടൊന്നുമില്ല. അപ്പം ഈ ലോകത്തുള്ളതിൽ നല്ലതിനെ നമ്മൾ ഏത് വസ്തു എടുത്താലും അതിൽ നല്ലതുകൊണ്ട് ചീത്തതുമുണ്ട്. അപ്പോൾ അതിലെ നല്ലതിനെ നമുക്ക് സ്വീകരിക്കാം, ചീത്തതിനെ തള്ളിക്കളയാം. ഇതാണ് മനുവിൻ്റെ സിദ്ധാന്തം. മനുസ്മൃതിയിലുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ നമുക്കിത് പ്രയോഗിക്കാം. നല്ല കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം, ചീത്ത കാര്യങ്ങൾ തള്ളിക്കളയാം. എന്ന് വെച്ചാൽ നല്ലതും ചീത്തതും ഒരുമിച്ച് അടങ്ങിയിരിക്കുന്നതാണ് ഈ ലോകത്തുള്ള സകല കാര്യങ്ങൾ. ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഉപഭോക്താവിനെ കണ്ട്, അല്ലെങ്കിൽ ഒരു ജീവിയെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിന് ഗുണം ചെയ്യുന്നതുകൊണ്ട് ദോഷം ചെയ്യുന്നതുകൊണ്ട്. അപ്പം ആ ഗുണം ചെയ്യുന്നതാണെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. ഇതേ ശ്ലോകം വേറൊരു രീതിയിൽ യോഗവാസിഷ്ടം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. 2:18-3 അത് പറയുന്നത്. 2-ാം ഭാഗത്ത് 18-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകമാണ്. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി. യുക്തിയുക്തമുപാദേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയുക്തമായിട്ട് പറയുന്നതാണെങ്കിൽ, ബാലകന്മാർ പറയുന്നില്ല, കുട്ടികൾ പറയുന്നതാണെങ്കിൽ പോലും നമുക്ക് സ്വീകരിക്കാം. അന്യതൃണമിവ ത്യാജ്യം. അല്ലാത്തത് വെറും തൃണത്തെ പോലെ, പുല്ലിനെ പോലെ, പുല്ലുപോലെ നമ്മൾ തള്ളിക്കളയേണ്ടതുമാണ്. അത് പറയുന്നത്, അത്തരം യുക്തിയുക്തമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ബ്രഹ്മമാണെങ്കിൽ പോലും അത് തള്ളിക്കളയണം. ഇതാണ് യോഗവാസിഷ്ടത്തിൽ രാമനെ ഉപദേശിക്കുന്നതാണ് വസിഷ്ഠ മഹർഷി. ഈ ഭാരതത്തിലെ പൗരാണികർ എന്നും വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു മാർഗദർശകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉപദേശം. ഇത്തരം ഉപദേശങ്ങൾ, അതായത് നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക, ചീത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതുകൊണ്ടാണ് ഭാരതീയൻ ആരെയും എന്തിൻ്റെങ്കിലും പേര് പൂർണ്ണമായിട്ട് അങ്ങനെ വെറുക്കാത്തത്. ആരെയും വെറുക്കുന്നില്ല, ആരെയും നല്ലതെന്നോ ചീത്തതെന്നോ പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ല. അവനെ എല്ലാവരിലുമുള്ള നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും ചീത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അവനുള്ളത്. അതിപ്പം നമ്മൾ മനുസ്മൃതിയിൽ കണ്ട്, യോഗവാസിഷ്ടത്തിൽ കണ്ട്, ഇത് തന്നെ
ഗീതയിൽ നമ്മൾ കണ്ടതാണ്. ഉപനിഷത്തുകളിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത്. അല്ലാതെ ഒന്നും ഈ ലോകത്ത് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തേണ്ടതല്ല എന്നാണ് ഈ ശ്ലോകങ്ങളെല്ലാം നൽകുന്ന സന്ദേശം. അത് നമുക്ക് ജീവിതത്തിൽ പാലിക്കാം. നന്ദി, നമസ്കാരം.